ഈ ഒരു ചായ കുടിക്കാൻ വേണ്ടി ഞങ്ങൾ 65 കിലോമീറ്ററാണ് പോയത്. ഞായറാഴ്ച ദിവസം ഉച്ചയൊക്കെ കഴിഞ്ഞ് വെറുതെ ഇരിക്കാൻ നേരത്ത് നാട്ടിലെ ഫ്രണ്ട്സിനോടൊരു ചോദ്യം, നമുക്കൊരു ചായ കുടിക്കാൻ പോയാലോ? പിന്നെ ഒന്നും നോക്കിയില്ല, അവിടുന്ന് നേരെ കുട്ടിക്കാനം വിട്ടു. മുൻപ് പലതവണ കുട്ടിക്കാനം പോയിട്ടുണ്ടെങ്കിലും ഈ വട്ടം കുട്ടിക്കാനം പോയ സമയത്ത് അവിടുത്തെ ആംബിയൻസ് വളരെ മനോഹരമായിരുന്നു. ചെറിയ മഴയും നല്ല കോടയും ഒക്കെയുള്ള മനോഹരമായ ഒരു ക്ലൈമറ്റ്. അങ്ങനെ ഞങ്ങൾ കുട്ടിക്കാനം എത്തി. മരിയൻ കോളേജിന്റെ ഫ്രണ്ടിൽ ഒരു ചെറിയ തട്ടുകടയിൽ നിന്ന് ഒരു ചായ ഒക്കെ കുടിച്ച് നിൽക്കുന്ന സമയത്താണ് എന്നാ പിന്നെ നമുക്ക് വേറെ എങ്ങോട്ടെങ്കിലും പോയാലോ എന്നൊരു ചിന്ത. പിന്നെ ഒന്നും ആലോചിച്ചില്ല, അവിടുന്ന് നേരെ വാഗമൺ അടുത്തുള്ള പാലൊരുകുംപാറ വെള്ളച്ചാട്ടത്തിലേക്ക് പോയി. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടേക്ക് വരുന്നത്. ഞങ്ങൾ മാപ്പൊന്നും ഇടാതെ പോയത് കൊണ്ടാണോ എന്നറിയില്ല, ചെറിയ വഴിയും അതുപോലെ തന്നെ ചെറിയൊരു ഓഫ് റോഡിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പജേറോയ്ക്കാണ് പോയത്, അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഒരു ഫീൽ ഈ യാത്രയ്ക്ക് ഉണ്ടായിരുന്നു. ചെറിയ മഴയും തണുത്ത കാറ്റും ഒക്കെയുള്ള മനോഹരമായ വഴിയിലൂടെയുള്ള മനോഹരമായ ഒരു യാത്ര. അങ്ങനെ ഞങ്ങൾ നേരെ പാലൊരുകുംപാറ വെള്ളച്ചാട്ടത്തിനരികിലെത്തി. ഇത് തന്നെയാണോ ശരിക്കുമുള്ള വ്യൂ പോയിന്റ് എന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ ഗൂഗിൾ മാപ്പ് ഇടാതെ ചോദിച്ചു വന്നതുകൊണ്ട് ഞങ്ങൾ അവസാനം ഇവിടെയാണ് എത്തിയത്. കുറച്ചു നേരം നമ്മുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ്. നിങ്ങളുടെ ലൈഫിലും ഇതുപോലൊരു ഗ്യാങ് കാണൂലേ, ഒരു ചായ കുടിക്കാൻ വേണ്ടി 50-60 കിലോമീറ്റർ ഒക്കെ വിളിച്ചുകൊണ്ട് പോകുന്ന ഒരു ഗ്യാങ്? അങ്ങനൊരു ഗ്യാങ്ങിന് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഇനി അടുത്ത വട്ടം നിങ്ങൾ കുട്ടിക്കാനമോ വാഗമണ്ണോ പോകുന്ന സമയത്ത് തീർച്ചയായും നിങ്ങൾ ഈ ഒരു സ്ഥലവും കണ്ടിരിക്കുക. ലൈഫിൽ നമ്മൾ പോകുന്ന ചെറിയ ചെറിയ യാത്രകളും അത് വളരെ മനോഹരമായ യാത്രകൾ തന്നെയായിരിക്കും. അങ്ങനെ കൂടുതൽ യാത്രകൾ ചെയ്യാൻ എല്ലാവർക്കും സഹായിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോയ്ക്കായി ഫോളോ ചെയ്യാം. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.